കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കണ്ണൂർ പയ്യന്നൂരിൽ കൂട്ട നടപടിക്ക് CPM. അതെന്തിനാണ്? തിരഞ്ഞെടുപ്പിൽ വി കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചതിനാണ് നടപടി. AKG ഭവൻ ബ്രാഞ്ചിൽ നിന്നും T പുരുഷോത്തമനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ബൂത്ത് സെക്രട്ടറിമാരായി പ്രവർത്തിച്ച 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും നടപടിയുണ്ടാകും. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, പയ്യന്നൂരിൽ കാര്യങ്ങൾ ഭദ്രമാണെന്ന് പാർട്ടി പറയുമ്പോഴും അത്ര ഭദ്രമല്ല പാർട്ടിക്കുള്ളിലെ ചില കാര്യങ്ങൾ എന്നാണോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്? ഈ കുഞ്ഞികൃഷ്ണന് വേണ്ടി പാർട്ടിയിലെ ആരും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോയി. പുരുഷോത്തമനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് വി കുഞ്ഞികൃഷ്ണനോടൊപ്പം നിന്നു. പിന്നെ നമുക്ക് നേരിട്ടറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള എത്രയോ സഖാക്കൾ വി കുഞ്ഞികൃഷ്ണന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ പാർട്ടിക്കൊരു സംശയമുണ്ടോ? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും അത്തരം ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു കൂട്ട നടപടിക്ക് CPM തയ്യാറെടുക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പയ്യന്നൂർ AKG ഭവൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള T പുരുഷോത്തമനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടുള്ള തീരുമാനം ഇന്നലെയാണ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തത്. അതോടുകൂടി തന്നെ T പുരുഷോത്തമന് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താവുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില അംഗങ്ങൾക്കെതിരെയും പാർട്ടിയുടെ 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി പറയുന്നത് പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് പയ്യന്നൂരിലെ CPM വിമതനായി പിന്നീട് UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുള്ള വി കുഞ്ഞികൃഷ്ണന് പ്രവർത്തനങ്ങൾക്കുള്ള സഹായങ്ങളെല്ലാം ചെയ്തു നൽകാൻ പ്രവർത്തിച്ചു എന്നുള്ള ചില കണ്ടെത്തലുകൾ കൂടി CPIMന്റെ പക്കലുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെ നടപടിയുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പയ്യന്നൂർ നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന പാർട്ടി അംഗത്തിനെതിരെയും നടപടിയുണ്ടാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുമൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതത് ഘടകങ്ങളിൽ, അതായത് ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ആ ലോക്കൽ കമ്മിറ്റി തീരുമാനം അംഗീകരിച്ചാൽ മാത്രമേ പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. അത്തരം നടപടികളാണ് ഇപ്പോൾ പയ്യന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഡോക്ടർ അരുൺ, പാർട്ടിയുടെ തന്നെ വിലയിരുത്തൽ പയ്യന്നൂരിൽ അടിയൊഴുക്കുണ്ടാകും എന്ന് തന്നെയാണ്. എന്നാൽ അവിടെ വിജയിക്കാൻ വേണ്ടി കഴിയും, പക്ഷേ അവിടെ ശക്തമായ രീതിയിൽ അടിയൊഴുക്കുണ്ട് എന്നുള്ള കാര്യം പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച പാർട്ടി നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഡോക്ടർ അരുൺ, താങ്ക് യു. അപ്പോൾ അർജുൻ കല്യാട് പറഞ്ഞതുപോലെ അവിടെ മധുസൂദനെ പരാജയപ്പെടുത്താനൊന്നും പറ്റൂല, പക്ഷേ വേണമെങ്കിൽ ഒരു പ്രഹരം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നാലും കണക്ക് വരുമ്പോൾ അറിയാം ഭൂരിപക്ഷം എത്രയുണ്ടെന്ന്.